പല്ലുവേദന ഇങ്ങനെയുള്ള അവസ്ഥയുടെ കർത്താവ് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. കരങ്ങള് മേളോട്ട് ഉയർത്താനായിട്ട് സാധിക്കുന്നില്ല, പൂർണ്ണമായിട്ട് ഉയർത്താൻ പറ്റുന്നില്ല. കുറച്ച് മേളോട്ട് പൊക്കി കഴിയുമ്പോൾ ശക്തമായ വേദന, തോളിനും കൈക്കും കൈപ്പത്തിക്കുമൊക്കെ പിടുത്തം പോലുള്ള വേദന. ഇങ്ങനെ വേദന അനുഭവപ്പെടുന്നവരുടെ കരങ്ങൾ ഉയർത്തുക. കൈ വേണ്ട രീതിയിൽ പൊക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴേ കരങ്ങൾ പൊക്കാനുള്ള കൃപ കർത്താവ് തരികയാണ്. പൂർണ്ണമായിട്ട് കരങ്ങൾ ഉയർത്തുക. തലയ്ക്കകത്ത് അതീവ ശക്തമായിട്ടുള്ള വിങ്ങലും വേദനയും, തലയ്ക്ക് പെരുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ കർത്താവ് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി. ഷുഗറിന്റെ രോഗമുള്ള 10 പേരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അതിലൂടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഭയം, ആകുലത ഉപേക്ഷിക്കുക. ഈ ഷുഗർ രോഗമുള്ളവര് ഭയവും ആകുലതയും ഉപേക്ഷിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. 10 ഷുഗർ രോഗികൾക്ക് കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. അതിൽ 6 പേര് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. 4 പേര് ഇവിടെ ഇല്ലാത്തവർക്കാണ് സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നത്. ഈ ഷുഗറിന്റെ രോഗമുള്ളവര് കരങ്ങൾ ഉയർത്തുക. ഷുഗറിന്റെ രോഗമുള്ളവര് കരങ്ങൾ ഉയർത്തുക. ഇവിടെ 10 10-ൽ കൂടുതൽ ഉണ്ട്. കർത്താവ് അപ്പോൾ സൗഖ്യം തരികയാണ്. നിങ്ങള് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ പറയുന്നു. യേശുവേ നന്ദി. എപ്പോഴും മരിക്കണം എന്നുള്ള ചിന്ത നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന 6 പേർക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. മരിക്കണം എന്നുള്ള ചിന്തയാണ് എപ്പോഴും അവര് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള 6 പേരെ കർത്താവ് വിടുതൽ തരുന്നുണ്ട്. ഏതാണ്ട് 3 പേര് പുരുഷന്മാരാണെന്ന് കർത്താവ് പറയുന്നുണ്ട്, മരിക്കാനുള്ള താല്പര്യം. അപ്പോഴാ ദുരാത്മാവ് വിട്ടുപോകാനായിട്ട് കരങ്ങൾ സ്തുതിക്കുന്നു. വെള്ളത്തിന്റെ കെടുതി ശക്തി പ്രാപിക്കുമെന്ന് കർത്താവ് പറയുന്നത്. വെള്ളത്തിന്റെ കെടുതി, ജലത്തിന്റെ കെടുതി ശക്തി പ്രാപിക്കാൻ പ്രകൃതിയെ സമർപ്പിക്കാൻ. യേശുവേ ബ്രസ്റ്റിനകത്ത് ചൊറിച്ചിലും വേദനയുള്ള മക്കൾക്ക് കർത്താവ് അത് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ബ്രസ്റ്റിനകത്ത് ചൊറിച്ചിലും വേദനയും ഉണ്ടാകുന്ന മക്കൾക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവപ്പെടുന്നവര് ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. ഏത് ഭാഗമാണെന്ന് പറഞ്ഞില്ല എന്നൊന്നും പറയാൻ ചിന്തിച്ചിരിക്കണ്ട. ഏത് ഭാഗമാണെന്ന് ഒന്ന് ചിന്തിച്ചോണ്ടിരിക്കണ്ട. നിങ്ങള് ആ അസ്വസ്ഥതയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. കർത്താവ് എപ്പോഴേ സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി. കുടുംബ സമാധാനമില്ലാത്ത 20 കുടുംബങ്ങൾക്ക് കർത്താവ് തിരുക്കുടുംബ സമാധാനം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. കുടുംബ സമാധാനമില്ലാത്ത 20 പേർക്ക്, കുടുംബ സമാധാനമില്ലാതുള്ള വ്യക്തികളുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. 20 കുടുംബങ്ങൾക്ക് കുടുംബ സമാധാനം തന്ന് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് കർത്താവ് 7 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. മദ്യപാനത്തിൽ നിന്ന് വിടുതല്. ജോയി, ബെന്നി, ബിജു,
തോമസ് എന്ന മക്കളെ കർത്താവ് പേര് ചൊല്ലി മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. 7 പേർക്ക് കർത്താവ് മദ്യപാന സ്വഭാവത്തിൽ നിന്ന് മോചനം തന്ന് അനുഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുകയും ഇപ്പോഴും ഉപകാരസ്മരണ എഴുതാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഉപകാരസ്മരണ എഴുതിയില്ല, പല വിടുതലുകളും കിട്ടി, നിങ്ങൾ ഉപകാരസ്മരണ എഴുതിയിട്ടിട്ടില്ല. അങ്ങനെയുള്ളവര് കരങ്ങൾ ഉയർത്തുക. എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കുക. കർത്താവ് പറയുന്ന മൊത്തം 21 പേര് ഉപകാരസ്മരണ എഴുതിയിടാതെ ഉള്ളവരുണ്ടെന്ന് പറയുന്നത്. 21 പേര്. ആ 21 പേര് ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു നന്ദി പറയാനായിട്ട് തയ്യാറാകാത്ത മനസ്ഥിതി എത്രമാത്രം കഠിനമാണുണ്ട്. എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ പറയായിരുന്നു, അതില്ലാത്തതുകൊണ്ടാണ് പറയാം. എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ പറയാമായിരുന്നു, അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉപകാരസ്മരണ എഴുതിയിടാൻ പറ്റുന്നില്ല. യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. എന്നിട്ട് പോലും ഇത്രമാത്രം അനീതി പ്രവർത്തിക്കേണ്ട തയ്യാറായാൽ എങ്ങനെ ക്ഷമിക്കും ദൈവം നിങ്ങളോട്? ദൈവം തരുന്ന അനുഗ്രഹമല്ലേ. നിങ്ങളെ പോലുള്ള അനേകർക്ക് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരാളുടെ സാക്ഷ്യം അനേകർക്ക് വിടുതലാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി. മുട്ട മുതൽ താഴോട്ട് പെരുപ്പം വേദനയുള്ള വ്യക്തികളെ കർത്താവ് വിടുതൽ അനുഗ്രഹിക്കുന്നുണ്ട്. മുട്ട് മുതൽ താഴോട്ട് പെരുപ്പം വേദന അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ചില സമയത്തൊക്കെ ഭയങ്കര പെരുപ്പായിരിക്കും ശരീരത്തിന്. യേശുവേ നന്ദി. ഷുഗർ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടിയവര് പൂർണ്ണമായിട്ടും നിങ്ങൾ ഭവനത്തിൽ ചെന്നിട്ട് അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, യൂറിൻ ടെസ്റ്റ് ചെയ്യാന്നിട്ട് ദൈവത്തിന് നന്ദി പറയാൻ സാക്ഷ്യപ്പെടുത്താനായിട്ട് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കിട്ടിയതും കൊണ്ട് പോയേച്ച് പിന്നത് മാരകമായ രീതിയിലേക്ക് വരാനായിട്ട് അനുവദിക്കരുത്. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തിയ ഷുഗർ രോഗികൾ ആരായിരുന്നാലും അത് പൂർണ്ണമായിട്ടും നിങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് തയ്യാറാകുക. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കർത്താവ് ഇപ്പോഴേ 6 പേർക്ക് വിടുതലായിരുന്നു. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വയറുവേദനയാകാം, വയറ് സ്തംഭിക്കുന്ന രോഗമാകാം, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ രീതിയിലുള്ളതായിരുന്നാലും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങള് കർത്താവ് വിടുതലായിരുന്നു. എട്ട് പേരുടെ ബ്ലഡ് കർത്താവ് ശുദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോഴും 8 പേരുടെ രക്തം ശുദ്ധീകരിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ 8 പേരുടെ രക്തം ശുദ്ധീകരിക്കുന്ന ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും നന്ദി. ഈ ബ്ലഡ് ശുദ്ധീകരണത്തെ കുറിച്ച് ജനിച്ച നേരത്തെ അതിനെക്കുറിച്ച് അത്രമാത്രം ഇതില്ലായിരുന്നു. അപ്പോഴേ കർത്താവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ബ്ലഡ് ശുദ്ധീകരിക്കുന്നതിലൂടെ പല രോഗങ്ങളും കർത്താവ് വിടുതൽ കൊടുക്കുകയാണ്. എയ്ഡ്സ് രോഗം വരെ സുഖം പ്രാപിച്ചു പോയിട്ടുള്ള സാക്ഷ്യമുണ്ട് ഇവിടെ. അവര് സാക്ഷ്യമൊന്നും പറഞ്ഞില്ല, അവര് സുഖം പ്രാപിക്കാൻ പോവുകയായിരുന്നു. എയ്ഡ്സ് രോഗികൾ വരെ വന്ന് സുഖം പ്രാപിച്ച് പോവുമായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ന്യൂമോണിയ, ടൈഫോയിഡ് ഇങ്ങനെയൊക്കെയുള്ള രോഗത്തിന്റെ അണുക്കള് ഈ ബ്ലഡ് ശുദ്ധീകരണത്തിലൂടെ വിടുതൽ കിട്ടുകയായിരുന്നു. അതുകൊണ്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങള് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കഞ്ഞി രതീഷ് എന്ന് പറയുന്ന മകനാണ്. വന്നിട്ടുണ്ട് രതീഷ്. രതീഷ് എന്ന് പറയുന്ന മകനാണ് കഞ്ഞി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ മകന്റെ എല്ലാവിധ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ കൂടെ ഇപ്പൊ ഇവിടെ ഉള്ള കഴിഞ്ഞ ആഴ്ചയിലൊക്കെ
ഉണ്ടായിരുന്ന ഒരു കുടുംബം. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വരിക, തിരിഞ്ഞ് വരിക. ഈ മകളുടെ കാല് ഇത്തിരി പ്രശ്നമുള്ളതാണ്. കർത്താവിന്റെ കൃപയാല് ഇതിന് വിടുതൽ കിട്ടാനായിട്ടൊക്കെ നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കൂടുതൽ പ്രാർത്ഥന, അഭിഷേകം ലഭിക്കാനും പ്രാർത്ഥന ആരോഗ്യം മുന്നോട്ട് പോകാനായിട്ട് ഇവരുടെ നേരെ കരങ്ങൾ നീട്ടി പിടിക്കുകയും ഇതിനുള്ള പ്രത്യേകത എന്ന് പറയുമ്പോഴ് ഇവര് നിഗൂഢമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. അതുപോലെ പല കുടുംബങ്ങളും ഉണ്ട്. നിങ്ങൾ പോയിരിക്കുക. ജിജിയും മക്കളും ഒരു ജിജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് അവർ. ജിജി വരിക. അവര് വിചാരിച്ചത് വേറെ ഏതെങ്കിലും കാണുമെന്നാ വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കും. കാരണം ഈ മകളുടെ കിഡ്നിയൊക്കെ മാറ്റിവെച്ചതാണ്. അത്ഭുതകരമായിട്ട് കർത്താവ് രോഗശാന്തിയെ കൊടുത്ത് ഇപ്പോഴും അനേകർക്ക് വേണ്ടിയിട്ട് രഹസ്യമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമാണ് മകള്. അനേകം മക്കൾക്കാണ് ഒരുപാട് കൃപകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിലൂടെ. അതിനെ അറിയത്തില്ല എന്തൊക്കെയാ സംഭവം. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും, സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയും. ഇങ്ങനെ പരസ്യമായിട്ടല്ല, അവരും രഹസ്യമായിട്ട് തന്നെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അനേകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ അനുഗ്രഹം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ നേരെ കരങ്ങളെ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയും പോയിരിക്കുക. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് കരങ്ങൾ നീട്ടി. ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവ മനുഷ്യന്റെ സ്നേഹിത എന്ന് പറയുന്ന മരിയ വാഴ്ത്തതയുടെ പുസ്തകം ഇവർ രണ്ടുപേരും വായിച്ചിട്ടുണ്ട്. സഹനത്തിന്റെ തീച്ചൂളയിലൂടെയാണ് അവരെ കർത്താവ് കൂട്ടി. അങ്ങനെ കിഡ്നിയുടെ പ്രശ്നമൊക്കെ ആയത് ആ പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷമായിരുന്നു. സഹനത്തിലൂടെ കർത്താവ് ഉരുക്കി വാർത്താണ് അവരെ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് കൃപയിലൂടെയാണ് ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും കരങ്ങൾ നീട്ടി പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക മെസ്സേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇച്ചിരി താമസിച്ചത്. ഒരു പ്രത്യേക പാർട്ടികളിവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. 4:30 അവര് വരുമെന്ന് പറഞ്ഞിരുന്നു. 4:30 കഴിഞ്ഞ് ഇതുവരെ വന്നെത്തിയിട്ടില്ല. അവര് വന്നെത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പച്ചായി പ്രാർത്ഥിക്കും. ഇവിടെ ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് എഴുതിയിട്ടുള്ളവര്